കിച്ചൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇന്ന് രാവിലത്തെ ജോലികളെല്ലാം കഴിഞ്ഞു. രാവിലെ പിള്ളേരെല്ലാം സ്കൂളിൽ വിട്ടു, കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ ഒത്തിരി തുണി ഉണ്ടായിരുന്നു കഴുകിയിടാൻ. ഇന്നലെ ഒരു മരണം ഉണ്ടായിരുന്ന കാരണം തുണിയൊന്നും കഴുകിയിട്ടില്ല. അപ്പോൾ ഇന്നലത്തെ തുണികളെല്ലാം ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകിയിട്ടതിന് ശേഷമാണ് ഞാൻ വിചാരിച്ച് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്നത്തെ ഫുള്ളില്ല, വൈകുന്നേരം വരെ, അതായത് ഞാൻ കുഞ്ഞുങ്ങൾ പോയി കഴിഞ്ഞിട്ട് അവർ വരുന്നവരെ അങ്ങനെയുള്ള രീതിയിൽ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഇച്ചിരി ക്ലീനിങ് ആണ്. ക്ലീനിങ് എന്ന് പറയുന്നത് ഇന്ന് കുറച്ച് ദിവസമായി ഞാൻ തൂക്കുകയും തുടക്കുകയെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ജനാലകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞാനൊന്നും വൃത്തിയാക്കുന്നില്ല. ജനാലകളിൽ വലയൊക്കെ കെട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാം പൊടിയുണ്ട്. അപ്പോൾ അതൊന്നും വൃത്തിയാക്കി തുടങ്ങിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്കിന്ന് ഞാൻ ഇച്ചിരി നേരം ഉറങ്ങും ഉച്ചയ്ക്ക്. അപ്പോൾ ഇന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, കാര്യം എൻ്റെ മൂത്തവൻ്റെ സ്കൂളിൽ PTA മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഇതെല്ലാം അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് മാത്രമല്ല, കുറച്ച് തുണികൾ മടക്കി വെക്കാനുണ്ട്. 2 ദിവസത്തെ തുണികൾ കഴുകിയത് ഞാൻ അതേപോലെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. അത് മടക്കി വെക്കാനുണ്ട്. പിന്നെ അതേപോലെ കട്ടിലേലും രാവിലെ അവന്മാർ ബുക്കുകളെല്ലാം വാരി വലിച്ചിട്ടിട്ടാണ് അവന്മാർ പോയിരിക്കുന്നത്. ഇതിനകത്ത് കിടന്ന ബെഡ്ഷീറ്റ് എല്ലാം ഞാനെടുത്ത് കഴുകിയിട്ടു. അപ്പോൾ പുതിയ ബെഡ്ഷീറ്റ് ഇടണം. അതുപോലെ ഈ ബുക്കുകളെല്ലാം പറക്കി മാറ്റണം. അതേപോലെ ഇവിടെ കുറച്ച് തുണികൾ എല്ലാം കിടക്കുകയാണ്. ഇതെല്ലാം ഇനി ഒന്ന് ഒതുക്കി വെക്കണം. ഒതുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കാം. ബെഡ്റൂം മാത്രമല്ല, ഫുള്ളായിട്ട്, അതായത് അവിടെ ഹാളിലും എല്ലാം, അവിടെ എല്ലാം ഒരു ജനലിലെല്ലാം വല വെച്ച് തുടങ്ങിയിട്ടുണ്ട്. പൊടികൾ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ എല്ലാം ഒന്ന് അടിച്ചു തൂത്ത്, അതായത് വലയെല്ലാം ഒന്ന് അടിച്ചു തൂത്ത് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വല അടിക്കുന്ന സാധനം എൻ്റെ കയ്യിൽ ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചത് എനിക്കങ്ങനെ പറ്റുന്നില്ല. അത് ആ കമ്പി കിടന്ന് കറങ്ങുക. അപ്പം ഞാൻ ഇവിടുന്ന് നമ്മളെ സാധാ ഒരെണ്ണം വാങ്ങിച്ചു. അപ്പോൾ അത് വിചാരിച്ചു അതെല്ലാം അടിച്ച് തൂക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോസ് എല്ലാവരും മൊത്തത്തിലൊന്ന് കാണണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ രാവിലത്തെ ജോലികളെല്ലാം ഒരു ഏകദേശം ഒരു 9:30 ആകുമ്പോഴത്തേക്ക് ജോലിയെല്ലാം തീരും. പിന്നെ ഇച്ചിരി നേരം കയറി കിടന്ന് ഉറങ്ങുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും മുഖ്യമെന്ന് പറയുന്നത്. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റുന്നതുകൊണ്ട് തന്നെ ഉറക്കം നിൽക്കുന്ന കാരണം ഞാൻ രാവിലെ ഒരു 10 മണി കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലെ ജോലിയെല്ലാം അത്യാവശ്യം എല്ലാം കഴിയും. അപ്പം എല്ലാം കഴിയും. അപ്പം പിന്നെ കുറച്ച് നേരം ഉറങ്ങാമെന്ന് വിചാരിക്കും. പക്ഷേ ഇന്നത് പറ്റത്തില്ല. ഇന്ന് എൻ്റെ മൂത്ത മോൻ്റെ വിച്ചുവിൻ്റെ സ്കൂളിൽ PTA മീറ്റിംഗ് 2 മണിക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 2 മണിക്ക് PTA മീറ്റിങ്ങിന് പോകണം. അപ്പം ഉറങ്ങിക്കഴിഞ്ഞാൽ ശരിയാവത്തില്ല. എന്നാൽ പിന്നെ ഞാൻ ഒത്തിരി തുണികൾ 2-3 ദിവസം കൊണ്ട് കഴുകിയിട്ട തുണികൾ കുറച്ചുണ്ടായിരുന്നു. അതേപോലെ തുണി കഴുകാനും ഉണ്ടായിരുന്നു. ഒരു കുന്ന് തുണി കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ തലേന്ന് ഞങ്ങളുടെ ബന്ധത്തിൽ ഒരു മാമൻ മരിച്ചത് കാരണം ഞാൻ അങ്ങോട്ട് പോയത് കൊണ്ട് തലേന്നത്തെ തുണികളൊന്നും കഴുകിയില്ലായിരുന്നു. അപ്പോൾ അത് ഒത്തിരി ഉണ്ടായിരുന്നു. അത് ഇത്രയും കഴുകിയിട്ടതിന് ശേഷമാണ് ഞാൻ പിന്നെ നേരെ ഇങ്ങോട്ട് കയറിയത്. അന്നേരമാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ ഈ റൂം ഒന്ന് വൃത്തിയാക്കുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വീഡിയോയിലേക്ക് കയറിയത്. അതുവരെയും അങ്ങനെ ഒരു പ്ലാനിങ്ങേ ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ നോക്കിയപ്പോൾ തുണികളെല്ലാം ഒരു മൂലയിൽ ഇങ്ങനെ കൂടിക്കിടക്കുകയാണ് മടക്കാനുള്ളത്. എന്നാൽ പിന്നെ ആദ്യം അതങ്ങ് ചെയ്തതിന് ശേഷം ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം എന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഉദ്ദേശം വേറൊന്നും കൂടിയുണ്ട്. എൻ്റെ ഇളയവൻ്റെ ഉണ്ണിക്കുട്ടൻ്റെ ഒരു ടെക്സ്റ്റ് കാണുന്നില്ലായിരുന്നു. അത് എവിടെയെങ്കിലും അതിൻ്റെ ആ തുണിയുടെ ഇടയ്ക്ക് എങ്ങാനും ഉണ്ടോ എന്നറിയാം എന്ന് വിചാരിച്ച് തന്നെയാണ് അത് ഇത്രയും കൂടി അങ്ങ് ഒതുക്കി വെക്കാം. അന്നേരം തുണിയുടെ ഇടയ്ക്ക് ഉണ്ടോ എന്നറിയാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ തുണികളെല്ലാം കുറച്ച് അലമാര വെക്കാനുള്ളതുണ്ടായിരുന്നു. അല്ലാതെ പഴയ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. പഴയ മറ്റേ സ്റ്റാൻഡിൽ വെക്കാനുള്ള കുറച്ച് തുണികളുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം പല കിടുവായിട്ട് നമ്മളിങ്ങനെ മടക്കി വെക്കണമല്ലോ. മൂത്തവൻ്റെ ഒരെണ്ണം, ഇളയവൻ്റെ വേറെ, എൻ്റെ വേറെ, അങ്ങനെ പല ഇതായിട്ട് വെക്കണമല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാം അടുക്കി പറക്കി കഴുകുന്നതല്ല, ഇത് ഇത്രയും അടുക്കി വെക്കുന്നത് തന്നെ ഒരു ഭയങ്കര ജോലി തന്നെ. അപ്പോൾ അതിത്രയും അടുക്കി പറക്കി വെച്ച് കുറച്ച് അലമാരയിൽ വെക്കാനുള്ളതെല്ലാം അതേപോലെ അലമാരയിലും കയറ്റി. എൻ്റെ പഴയ ബെഡ്ഷീറ്റാണ് അത്. ഞാൻ മെത്തയിൽ വിരിച്ചിരുന്ന ബെഡ്ഷീറ്റ് അതായിരുന്നു. അത് കീറി. അപ്പം പിന്നെ ഇതിൽ പിഞ്ചി പോകുന്നു. അപ്പം ഞാനത് ഇനി ഇട്ട് കഴിഞ്ഞാൽ അത് മൊത്തവും കീറും. അതുകൊണ്ട് തന്നെ അതെല്ലാം
അത് കഴുകി വൃത്തിയാക്കിയ ശേഷം അലമാര വെച്ച് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാനതങ്ങ് അലമാര തന്നെ മടക്കി വെച്ചു. അതിനുശേഷം പിന്നെ ബാക്കി ആ മേശപ്പുറത്ത് നല്ല രീതിയിൽ അവർ ഒത്തിരി പേപ്പറുകളും അതും ഇതും എല്ലാം കിടപ്പുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് വാരിക്കളഞ്ഞ് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ എല്ലാം ഒന്ന് ഒതുക്കി കുറച്ച് പാൻറ്റിൻ്റെ സിബ്ബ് പോയതും ഞാൻ അവിടെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് അത് തയ്യൽക്കടയിൽ കൊണ്ട് കൊടുത്തപ്പോൾ അത് സമയമില്ലാത്തതുകൊണ്ട് തയ്ച്ചില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് അടുക്കി അലമാരയിലാക്കിയതിന് ശേഷം അവിടെ എല്ലാം ഒന്ന് ഒതുക്കി വൃത്തിയാക്കി വെക്കണമല്ലോ. വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നാണ് അവർ പിള്ളേർ രണ്ടുപേരും പഠിക്കാനുള്ളൊരു സ്പേസ് അവിടെ ഇത്രയും കൊടുത്തത്. അപ്പോൾ അത് കസേരയിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ അതുകൊണ്ട് അത് ഇത്രയും ഒന്ന് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് ഇത്രയും വൃത്തിയാക്കിയതിന് ശേഷം നേരെ അടിച്ചു തൂക്കുക എന്നത്. ജനലിലെല്ലാം നല്ല രീതിയിൽ മാറാൻ നല്ല രീതിയിൽ വല കിട്ടിയിരുന്നു. ഇത് നമ്മൾ ഞാൻ എന്നും തറ ക്ലീൻ ചെയ്ത് തൂത്തും തുടച്ചും വരുന്നുവെങ്കിലും നമ്മൾ ഈ ജനാലകളൊന്നും എന്നും തുടക്കുകയൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അതുപോലെ നമ്മുടെ ആ വല അടിക്കുന്ന ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചത് കിടന്ന് കറങ്ങുന്നതല്ലാതെ അടിക്കാൻ പറ്റുന്നില്ല. അത് കാരണം ഞാൻ പിന്നെ ഇവിടുന്ന് കടയിൽ നിന്നൊരു 150 രൂപയേ ഉള്ളൂ ഒരെണ്ണം വാങ്ങിച്ചു. അതുകൊണ്ട് നമുക്ക് ആ ജനലെല്ലാം വലയെല്ലാം അടിച്ച് അവിടെ സൈഡിലൊന്നും വലയൊന്നുമില്ല എങ്കിലും അവിടെ എല്ലാം ഒന്ന് വലയടിച്ച് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ ജനലിൻ്റെ കമ്പിയിലെല്ലാം പൊടി ഉണ്ട്. അപ്പം ഞാൻ ഒരു തുണി പോയി എടുത്തുകൊണ്ട് വന്ന് ജനലിൻ്റെ കമ്പിയെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ്. ഈ പൊടി ഈ ജനാല ഞാനങ്ങനെ പുറവശത്ത് കിടക്കുന്ന ഈ ജനാല ഞാൻ അങ്ങനെ തുറക്കാറില്ല. ഇപ്പുറത്തെ സൈഡിലെ ജനാലയാണ് ഞാൻ കൂടുതലും തുറക്കുന്നത്. മറ്റേ സൈഡിലെ ജനാല അങ്ങനെ തുറക്കാറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അതിനകത്ത് നല്ല രീതിയിൽ പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് തുടച്ചുകൊണ്ടിരുന്ന വഴിക്ക് ജനൽ തുറന്ന വഴിക്ക് ഈ തുണി അങ്ങ് അപ്പുറത്ത് ജനലിൽ കൂടെ അങ്ങ് അപ്പുറത്ത് പോയി. എടുക്കാനുള്ള മടി കാരണം പിന്നെ ഞാനത് നോക്കിയില്ല. ഞാൻ പിന്നെ ഇതും കൊണ്ട് തന്നെയാണ് അവിടെ എല്ലാം തട്ടി തൂത്തത്. അപ്പോൾ അങ്ങനെ അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നേരെ തൂത്ത് വാരുന്നത് വീഡിയോ എടുത്തിരുന്നു. പക്ഷേ വീഡിയോ ആയില്ലയോ എന്തോ എനിക്കറിയില്ല. എൻ്റെ മൊബൈലിൽ വീഡിയോ കാണുന്നില്ല. അപ്പോൾ അത്രയും ഭാഗം തുടച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ഫാനിനകത്ത് നല്ല രീതിയിൽ പൊടി കയറി. അപ്പോൾ അത് ഓൺലൈനിൽ വാങ്ങിച്ച സംഭവം കൊണ്ട് അതൊന്ന് നനച്ചിട്ട് തുടയ്ക്കാമെങ്കിൽ നല്ലൊരു ക്ലീൻ ആവും. അതുകൊണ്ട് നേരെ പോയി എന്തോ ഇനി പറയുന്നത് ചിലന്തി അടിക്കുന്ന സംഭവം അത് കൊണ്ടുവന്ന് നനച്ചതിന് ശേഷം വന്ന് നമുക്ക് ഫാനും ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഞങ്ങളുടെ മേളിലൊരു ചെറിയ എന്തോ ഇനി പറയുന്ന ഒരു സ്ലാബ് പോലെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മേളിലെല്ലാം ഒന്ന് മാറാല അടിക്കുന്ന സാധനം കൊണ്ടൊന്ന് നീക്കി അതിനകത്തുള്ള പൊടികളെല്ലാം ഒന്ന് നീക്കി താത്തിട്ടു. അവിടെ നല്ല രീതിയിൽ പൊടിയുണ്ട്. നമ്മളങ്ങനെ എപ്പോഴും തൂക്കുന്ന ഒരു ഏരിയ അല്ലല്ലോ അത്. അതിന് ശേഷം ഇത് ഭയങ്കര പാട്. ഞാൻ അങ്ങോട്ട് പിടിക്കുമ്പോൾ ഇത് ഇങ്ങോട്ട് പോകും. എന്നാലും ആവട്ടെ ഒരുവിധം വൃത്തിയാക്കി എടുത്തു. നല്ല രീതിയിൽ പൊടി കയറിയിരുന്നു. അപ്പോൾ അത് ഫാൻ ഒരുവിധം വൃത്തിയാക്കി എടുത്തു. അപ്പോഴത്തേനും ഞാൻ നന്നായിട്ട് കുഴഞ്ഞു കേട്ടോ. എനിക്ക് മാസ്ക് വെച്ചുകൊണ്ട് അടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ പൊടി അടിക്കുമ്പോൾ ചേച്ചി മുഖത്ത് തുണി വെക്കുമെന്നും പറഞ്ഞ് എനിക്ക് 2-3 കമൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിത് പറ്റുന്നില്ല. എനിക്ക് നല്ല രീതിയിൽ ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. എന്നാലും ഞാൻ നിങ്ങൾ പറഞ്ഞതിൻ്റെ പേരിലും അത് മാത്രമല്ല എനിക്കിപ്പം നല്ല രീതിയിൽ അലർജിയുണ്ട്. ഒരു ചെറിയ പൊടി പോലും പിടിക്കാൻ വയ്യാത്ത രീതിയിൽ നല്ല രീതിയിൽ അലർജിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുണി കെട്ടാമെന്ന് വിചാരിച്ച് തന്നെ ഞാൻ കെട്ടിയതെങ്കിലും ഞാൻ പരമാവധി തുണി കെട്ടി തന്നെയാണ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് ഇപ്രാവശ്യം പൊടി തട്ടിയതിന് ശേഷം എനിക്കങ്ങനെ തുമ്മൽ വന്നില്ല. അങ്ങനെ പിന്നെ അവിടെ എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം നേരെ തുടയ്ക്കാൻ കയറി. തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലിയും അങ്ങ് തീരുമല്ലോ. ഏകദേശം ഒരു 11:30 കഴിയും. 11-12 മണിയാവുന്നു ഈ സമയമായപ്പോൾ. അപ്പോൾ അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി തുടച്ചെടുത്താലോ. അങ്ങനെ തുടയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഹാളും മറ്റേ അടുക്കളയും എല്ലാം ഞാൻ തുടയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല. ഞാൻ റൂമിൻ്റെ മാത്രം ഉദ്ദേശിച്ചാണ് വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് ഹാളിലെയും മറ്റെടുത്തും തുടച്ചൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ റൂം അവിടെ ഇത്രയൊന്ന് തുടച്ചതിന് ശേഷം നേരെ പിന്നെ ഇവിടെ ഇത്രയും തുടച്ചിട്ട് നേരെ ഞാൻ അങ്ങ് ഹാളിലോട്ട് പോയി സിറ്റ് ഔട്ടും ഹാളും എല്ലാം തുടയ്ക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും ഉൾപ്പെടുത്തുന്നില്ല. എല്ലാം കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ബോറാവും. അപ്പോൾ അങ്ങനെ റൂമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു. ഇപ്പോഴത്തേനും എനിക്ക് നല്ല രീതിയിൽ കുഴഞ്ഞു. രാവിലത്തെ ആഹാരം ഞാൻ ചക്ക അട ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അത് കഴിച്ചില്ല ഞാൻ. എനിക്ക് ഇത് ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് കാരണം സമയം കിട്ടിയില്ല. പിന്നെ എനിക്ക് കഴിക്കാൻ പറ്റിയില്ല.
പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് ചോറും കഴിച്ച് നേരെ PTAക്ക് പോകാം എന്നുള്ള പ്ലാനിങ്ങിൽ തന്നെ ഇരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ കഴിക്കാനും പോയില്ല. ഇപ്പോൾ ഈ സമയപ്പോഴത്തേക്ക് എനിക്ക് തീരെ വയ്യായിരുന്നു. പിന്നെ ഞാൻ നേരെ പോയി കുളിച്ച്. ഇത് എൻ്റെ പുതിയ ഫ്രോക്ക് നൈറ്റിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഫ്രോക്ക് നൈറ്റി ഇടുന്നത്. അപ്പോൾ അങ്ങനെ ഫ്രോക്ക് നൈറ്റി ഇത് എനിക്ക് ചേരുന്നുണ്ടോ എന്നൊന്ന് പറയണേ. അപ്പോൾ അതിനുശേഷം ഞാൻ കുളിയും കഴിഞ്ഞിട്ട് വന്ന് കുറച്ച് സ്കിൻ കെയർ എന്ന് പറയാനല്ല, പോൺസിൻ്റെ മോയ്സ്ചറൈസർ ജെല്ല്, ആ സംഭവമാണ് ഞാൻ മുഖത്ത് തേക്കുന്നത്. ഞാൻ തേച്ച് എൻ്റെ മുടിയൊന്ന് തക്കാലത്തേക്കൊന്ന് കെട്ടിയതിന് ശേഷം നമുക്ക് പുതിയ 2 ബെഡ്ഷീറ്റ് വന്നിട്ടുണ്ട്. അത് കാണാം. ബെഡ്ഷീറ്റ് വന്നിട്ട് ആ ബെഡ്ഷീറ്റ് നമുക്ക് ബെഡിൽ വിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ബെഡ്ഷീറ്റ് പഴയത് കീറിപ്പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് പുതിയ ബെഡ്ഷീറ്റ് ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പം പുതിയ ബെഡ്ഷീറ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് വലിയ റേറ്റ് ഉള്ള ഐറ്റം ഒന്നുമല്ല. ഏകദേശം ഒരു 240 200 രൂപ 240 ആ റേഞ്ച് കിട്ടുന്ന ഒരു ഇതാണ്. അതിൻ്റെ കൂടെ തന്നെ 2 പില്ലോ കവറും ഉണ്ട്. വലിയ ക്വാളിറ്റി. ഇത് നല്ല രീതിയിൽ പശയുണ്ട് ഇതിനകത്ത്. നല്ല കട്ടിക്ക് പശ മുക്കിയ ടൈപ്പ് തുണി. അത് കോട്ടനാണ്. ഒത്തിരി റേറ്റിംഗ് ഒന്നും കൊടുക്കാനില്ല, എങ്കിലും അത്യാവശ്യത്തിന് ഉപയോഗിക്കാൻ കൊള്ളാം, കുഴപ്പമില്ല എന്നെനിക്ക് തോന്നി. എന്തോ കണ്ടപ്പോൾ ഒരു നരച്ച ഒരു ലുക്ക് തോന്നി എനിക്ക്. പക്ഷേ വീഡിയോയ്ക്കകത്ത് നല്ല എടുപ്പ് തോന്നുമെങ്കിലും നേരിട്ട് കാണുമ്പോൾ അത്ര വലിയ ലുക്കൊന്നും എനിക്ക് തോന്നിയില്ല, എങ്കിലും അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ബെഡ്ഷീറ്റ് ഞാൻ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, അതെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞാൻ അന്നേരത്തെ ഒരു എന്തു പറയുന്നത്, ഈ വീഡിയോ സംസാരിച്ചുകൊണ്ട് എടുക്കണമെന്നുള്ള ഒരു ഇതിൽ. പക്ഷേ ഇപ്പോൾ ഞാൻ ആ വീഡിയോയിൽ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ എനിക്ക് തന്നെ എന്തോ പോലെ. അതുകൊണ്ട് ഞാനതങ്ങ് മ്യൂട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ അങ്ങനെ ഒരു ബെഡ്ഷീറ്റ് വിരിച്ച് നല്ല രസമുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് കിട്ടും. അതുകൊണ്ട് ഞാൻ പിന്നെ അത് വിരിച്ചു. അത് കഴിയുമ്പോൾ അടുത്ത ബെഡ്ഷീറ്റ് കാണിച്ചു തരാം. അടുത്ത ബെഡ്ഷീറ്റ് ഇതാണ്. ഒരുവിധം എല്ലാ ആൾക്കാരും ഓൺലൈനിൽ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇത് ഒരുപാട് ഒത്തിരി കുറഞ്ഞ റേറ്റ്, ഒത്തിരി ഒരു 240 ആ റേഞ്ച് കിട്ടുന്ന ഒരു ബെഡ്ഷീറ്റ്. വലിയ കുഴപ്പമൊന്നുമില്ല. രണ്ട് വിലയാണ്. രണ്ടായിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷെ രണ്ടും ഒരു ദിവസം തന്നെ വന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ആ ബെഡ്ഷീറ്റും കൂടി ഞാൻ ബെഡിൽ വിരിച്ചിട്ടുണ്ട്. വിരിച്ച് കാണിച്ചു, ഇതിൻ്റെ മേളിൽ തന്നെ വിരിച്ച് കാണിച്ചതാണ്. അപ്പോൾ അതും കുഴപ്പമൊന്നുമില്ല. അതിന് വലിയ വശമൊന്നുമില്ല, എങ്കിലും നല്ല രസമുണ്ട്, കാണാനും കൊള്ളാം. പിന്നീട് ബാക്കിയുള്ള ബെഡ്ഷീറ്റുകൾ, അതായത് ഞങ്ങളുടെ ബെഡ്ഷീറ്റുകളെല്ലാം മേളിലോട്ട് പറക്കി, പുതപ്പുകളെല്ലാം മേളിൽ എടുത്ത് ആദ്യം തന്നെ വെച്ച് സെറ്റ് ചെയ്തു. പിന്നെ വന്ന് ആ ജനലുകളുള്ള ഞാൻ പറയില്ല, 12:30 ഏകദേശം 12:30 ഇപ്പം ഇനി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് സ്കൂളിൽ പോകാനുള്ള സമയം വൈകുമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ പെട്ടെന്ന് തന്നെ ജനലുകളെല്ലാം അങ്ങ് അടച്ചു. പിന്നെ സമയം കിട്ടത്തില്ല. അപ്പോൾ ഇന്ന് ഞാൻ സാരി ഉടുത്തുകൊണ്ടാണ് സ്കൂളിൽ പോകുന്നത്. അപ്പോൾ അതിന് നേരത്തെ സാരി ഉടുത്ത് തുടങ്ങിയാലല്ലേ 2 മണിക്ക് മുമ്പ് പോകാനൊക്കെ. അപ്പോൾ പിന്നെ വന്ന് ചോറ് കഴിച്ചു. മീൻ കൂട്ടാനുണ്ടായിരുന്നു, മീൻ വറുത്തതും അതേപോലെ സലാഡും, നമ്മുടെ തൈരും സവാളയും തക്കാളിയൊക്കെ ഇട്ട് സലാഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നമ്മുടെ ബെഡ്റൂം അടിപൊളി ക്ലീനാക്കി. അപ്പോൾ ഞാൻ എന്താണ്ട് സ്കൂളിലേക്ക് പോകാനായിട്ട് സാരിയൊക്കെ ഉടുത്ത് ഒന്ന് ചെറിയൊരു പട്ടിഷോയൊക്കെ കാണിച്ച് പോകാൻ. ഇതിൻ്റെ കൂടുതൽ ഒത്തിരി പട്ടിഷോ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ മുടി അഴിച്ചിടുന്നത് റിസ്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ മുടി ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സ്കൂളിൽ പോയിട്ട് വരാം. അപ്പോൾ ഇനി സ്കൂളിലെ കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. ഒരു ചെറിയ PT മീറ്റിംഗ് അത്രേ ഉള്ളായിരുന്നു. അപ്പോൾ സ്കൂളിൽ പോയിട്ട് തിരിച്ച് വന്നു. ഹലോ, ഇപ്പോൾ 5:30 സ്കൂളിൽ PT മീറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. നമ്മൾ നേരെ വീട്ടിൽ വന്നതേ ഉള്ളൂ. വന്ന് പിള്ളേരെ 2നെയും ട്യൂഷനും കൊണ്ടുവിട്ടു. അപ്പോൾ ഇനി അങ്ങോട്ടെന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ വലിയ ജോലിയൊന്നുമില്ല. രാവിലെ ഇന്ന് ഒരുവിധം ഞാൻ എന്നും വൈകിട്ട് തുടയ്ക്കുന്നത്, ഞാൻ ഇന്ന് രാവിലെ തുടച്ചതുകൊണ്ട് ജോലിയൊന്നും ഇനിയിപ്പോൾ എനിക്കില്ല. വെയിൽ കഴിഞ്ഞാൽ വിളക്ക് കത്തിക്കുക, പിന്നെ പിള്ളേരെ വിളിക്കാനൊക്കെ പോവുക, അങ്ങനെയുള്ള പരിപാടികളേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നവരേക്കും ടാറ്റ, ബൈ ബൈ.